മകരവിളക്കിനൊരുങ്ങിയ സന്നിധാനം വിപുലമായ ക്രമീകരണമാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. മകരവിളക്കും മകരജ്യോതിയും കാണാവുന്ന എല്ലായിടങ്ങളിലും പർണശാലകൾ കെട്ടി കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ. മകരവിളക്ക് തത്സമയ സംപ്രേഷണത്തിനായി ജനം ടിവിയും തയ്യാറായി കഴിഞ്ഞു. വിരളുമായി അരുൺ കൊടുങ്ങൂരും മിഥുനയ്യപ്പനും ഒപ്പം ആനന്ദ് പുതൂരും ചേരുകയാണ്. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്ക്. അരുൺ, ഭക്തിസാന്ദ്രമാണ് സന്നിധാനം ശബരിമല ഒന്നാകെ മകരവിളക്കിനായി. എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു? ഒപ്പം എല്ലാ നിമിഷങ്ങളും, ഭക്തിസാന്ദ്രമായ എല്ലാ നിമിഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ജനം ടി വിയും ഒരുങ്ങിക്കഴിഞ്ഞു. ഏത് തരത്തിലാണ് ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെയും? തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും സന്നിധാനവും പ്രദേശങ്ങളും എല്ലാം തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പർണശാലകൾ കെട്ടി പ്രാർത്ഥനയോടെ മകരവിളക്കും മകരജ്യോതിയും തെളിയുന്ന ആ ഒരു ശുഭമുഹൂർത്തത്തിനായി, ഏറ്റവും സുന്ദരമായ ആ ഒരു മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് ഭക്തജനലക്ഷങ്ങൾ. മകരജ്യോതിയും മകരവിളക്കും കാണാവുന്ന എല്ലാ ഇടങ്ങളിലും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു തീർത്ഥാടന കാലം ആരംഭിച്ച് മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് സന്നിധാനം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ജനം ടിവിയും മകരവിളക്ക് തത്സമയ സംപ്രേഷണത്തിനായി പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞിരുന്നു. മിഥുൻ അയ്യപ്പന് അടക്കം, ആനന്ദ് പുതൂർ അടക്കമുള്ള റിപ്പോർട്ടർ സംഘവും അതോടൊപ്പം തന്നെ ക്യാമറ ടീമും എല്ലാം തന്നെ ഇവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായി മിഥുൻ അയ്യപ്പനിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, എല്ലാ വർഷവും ഒരുക്കുന്ന പോലെ വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെ സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ ക്രമീകരണങ്ങളെ നമുക്ക് വിലയിരുത്താൻ കഴിയുക? നമുക്കറിയാം, ഇപ്പോൾ ശബരിമല സന്നിധാനവും പരിസരവുമെല്ലാം അക്ഷരാർത്ഥത്തിൽ ഒരു യാഗഭൂമിയായി മാറിയിരിക്കുകയാണ്. ശബരിമല സന്നിധാനത്തിന്റെ പരിസരങ്ങളിലെല്ലാം ഒട്ടനവധി പർണശാലകൾ ഉയർന്നിരിക്കുന്നു. അവിടങ്ങളിലെല്ലാം കർപ്പൂരാഴി നടക്കുന്നു, അതുപോലെ തന്നെ ഭജനഘോഷങ്ങൾ നടക്കുന്നു, ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്നു. അത്തരത്തിലൊരു യാഗഭൂമിയായി മാറിയിരിക്കുകയാണ് ശബരിമല പരിസരം ഒട്ടാകെ. നമുക്കറിയാം, 10 ഇടങ്ങളിലാണ് ദേവസ്വം ഇത്തവണ ദർശനത്തിന് വേണ്ടി, അതായത് മകരജ്യോതി ദർശനത്തിന് വേണ്ടി, മകരവിളക്ക് ദർശനത്തിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 4 ലക്ഷത്തോളം അയ്യപ്പന്മാർ ഈ മകരജ്യോതി ദർശനം കാണാനെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെയും ഇന്നുമായി നാളെയുമെല്ലാമായി ഇവിടേക്ക് ഈ വെർച്വൽ ക്യൂ വഴി എത്തുന്നവരുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മല കയറിയവരെല്ലാവരും ഇപ്പോഴും ശബരിമലയുടെ വിവിധ ഇടങ്ങളിലായി തമ്പടിച്ചിരിക്കുകയാണ്. അവരൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് 4 ലക്ഷത്തോളം, ഒരു കണക്കെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെങ്കിലും ഒരു 4 ലക്ഷത്തോളം ആളുകൾ വിവിധ ഇടങ്ങളിലായി, ഈ 10 ഇടങ്ങളിലായി, പുൽമേട് അടക്കമുള്ള 10 ഇടങ്ങളിലായി ഇത്തരത്തിൽ മകരജ്യോതി ദർശനം സാധ്യമാക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 1000-ലധികം പോലീസുകാരെ സാധാരണയിൽ നിന്ന് ഭിന്നമായി തവണ കൂടുതലായിട്ട് വിന്യസിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ സജ്ജമായിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ മറ്റ് പല പോരായ്മകളും എല്ലാ വർഷത്തേതും പോലെ തന്നെ ആനന്ദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ഈ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ തന്നെയാണ് ഇവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം തുടക്കത്തിലുണ്ടായ വീഴ്ച, മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ഇപ്പോഴും തുടരുക തന്നെയാണ്. ആനന്ദ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആനന്ദാണ് ശബരിമലയിൽ നിന്നും നമുക്കായി, പ്രേക്ഷകർക്കായി വാർത്തകൾ പങ്കിട്ട് വലിയ പ്രതിസന്ധികൾ ഈ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഈ മകരവിളക്കിന്റെ സമയത്ത് പോലും നടത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അരവണയടക്കമുള്ള കാര്യങ്ങളിൽ വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുകയല്ലേ? തീർച്ചയായും ഇപ്പോഴും നമ്മൾ പ്രസാദ കൗണ്ടറിനകത്ത് ചെന്ന് ദർശിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏകദേശം മണിക്കൂറുകളോളം ആളുകൾക്ക് ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും അവിടെയുള്ളത്. അതായത് അരവണ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ കൂടി ഒരു ഭക്തനെ 5 ടിൻ അരവണ വീതം മാത്രം നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അല്പം മുമ്പ് വരെയുള്ളത്. ഈ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി എടുത്തു മാറ്റുമെന്ന് ആവർത്തിച്ചുള്ള പറച്ചിലുകളല്ലാതെ പ്രായോഗികമായ തലത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴും അവിടെ ഒരു തടസ്സം നേരിടുന്നു തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുമൂലം തന്നെ 2-3 മണിക്കൂറുകൾ ഭക്തർ അരവണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഒരാൾ 2-3 തവണ ക്യൂ നിൽക്കേണ്ട ഒരു ഗതികേടും ഇപ്പോഴും ആ പ്രസാദ കൗണ്ടറിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, ഈ മണ്ഡലകാലം തുടക്കം മുതൽ തന്നെ 18 മണിക്കൂറോളം ആളുകൾ ക്യൂ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ശബരിമലയിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മകരവിളക്കിന് ഒരുങ്ങിയിരിക്കുകയാണ് സന്നിധാനം. വിപുലമായ ക്രമീകരണമാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. മകരവിളക്കും മകരജ്യോതിയും കാണാവുന്ന എല്ലായിടങ്ങളിലും പൂർണ്ണ പർണശാലകൾ കെട്ടി കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ. മകരവിളക്ക് തത്സമയ സംപ്രേഷണത്തിനായി ജനം ടിവിയും എല്ലാ തരത്തിലും തയ്യാറായി കഴിഞ്ഞു. വിശദാംശങ്ങളാണ് സന്നിധാനത്തിന് അരുൺ കൊടുങ്ങൂരും മിഥുനയ്യപ്പനും ആനന്ദ് പുതൂരും നൽകിയത്.